പാലാഴിയിലമൃദു കടഞ്ഞൊരു കഥ ഇവിടെ പറയാം തകതേ. ഋഷിവരകുലമതിൽ കോപിതനാകിയ ദുർവാസ ഒരു നാളിൽ കൽപ്പ മലരിൻ മാല്യവുമേന്തി വരവെ ഗജമുകളേറി വരുന്നൊരു സുരപുരിനാഥനു തൽക്ഷണമെന്നതു കണ്ടവരമുനീന്ദ്രൻ ആ മാല്യത്തെ ദേവേന്ദ്രനു നൽകി സന്തോഷമായി തകുതാതെ. സന്തുഷ്ടനായപ്പോൾ ദേവേന്ദ്രൻ താൻ തകുതാതെ മാലയതിൻ ഗുണമെന്തറിയാതെ സുന്ദരനപ്പോൾ ആ മാല്യത്തെ മദഗിരിവജനുടെ മസ്തകവാതിൽ വെച്ചു സവാരി നടത്തിയ നേർ മാലയതിൻ മലരിൻ മധുവേന്താൻ മോഹമുടെ മധുപാണികളുട്ട എത്തിടുമാ മധുമെത്തിടുമാ സമയത്തിൽ ഈർച്ച മുഴുത്തു ഗജേന്ദ്രൻ മാലയെടുത്തു നീലത്തതിട്ടു തകുതാതെ കാലിനായി മർദ്ദനം ചെയ്തിടുമ്പോൾ തകുതാ മാലയെടുത്തു നിലത്തതയിട്ടു ചവിട്ടിയരച്ചതു കണ്ടു മുനീന്ദ്ര വേഗമൊടേന്തി സുരേന്ദ്രൻ മുന്നിൽ കോപിതനാകിച്ചെന്നൊരു ദേവനതെന്നു നിനച്ചതുകൊണ്ടും ധിക്കാരങ്ങൾ നടത്തിയ കൊണ്ടും ശാപമീട്ടിടിനാൾ നിന്നെ ഇപ്പോൾ തകുതാതെ എന്നും പറഞ്ഞു ഋഷി പോയ നേരം തകുതാ. പോകരുതേ പോകരുതേ മാമുനി ശ്രേഷ്ഠ നിൽക്കണ ഞാൻ പറയട്ടെ, ഞാനറിയാതെ നടന്ന പരാധമതാകിയ കൊണ്ടെന്തിന്നിവിട ശാപമതിന്നൊരു മാപ്പതു നൽകി മോചനമേകണമെൻ്റെ മുനീന്ദ്ര ആയതു കേട്ടുടൻ ശ്രീപരനോദി കേൾക്കണം ദേവേന്ദ്ര ഞാൻ പറയാം തകുതാതെ ശാപമതിന്നൊരു മോചനമായി തകു. പാൽക്കടനെങ്ങിനെയെങ്കിലും ഒന്നു മറിച്ചാലായതിലമൃതതു കിട്ടും ആയതു നിങ്ങൾ ഭുജിച്ചു കഴിഞ്ഞ ജരനരയൊക്കെ എല്ലാം മാറി പഴയതുപോലെ ആയിത്തീര്. ഇങ്ങനെയാണീ ശാപവിമോചനം വേണ്ടതു ചെയ്യുക ദേവേന്ദ്ര നീ തകു തെയ്യത്താം തിതയത്തമൃതത്തെ കതികുതൈ.